ഹായ് ഫ്രണ്ട്സ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് എനാബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴപ്രഥമനാണ്. അതിനുവേണ്ടി 6 പഴം എടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ആറണ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനുവേണ്ടി 420 ഗ്രാം ശർക്കര എടുത്താൽ മതി. ഞാനിവിടെ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു, മുഴുവൻ ഉപയോഗിച്ചില്ലായിരുന്നു. അതുകൊണ്ട് 470 എടുത്തായിരുന്നു ഞാൻ. ഇനി അത് ഉരുക്കി വരുമ്പോൾ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഈ പഴം ഒന്ന് ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മിക്സിയിലിട്ട് അടിക്കാം. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഉടച്ചെടുത്തത്. ഇപ്പം ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചേക്കണ പഴവും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നെയ്യും പഴവും കൂടി ഒന്ന് യോജിച്ച് വരുമ്പോൾ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. 420 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചു വെച്ചേക്കുവാണ്. അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വരണ്ട് വരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ വലിയ പണിയൊന്നുമില്ല. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. 1.5 കപ്പ് രണ്ടാം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ പാത്രം കണ്ടില്ലേ, ആ പാത്രത്തിന് 1.5 കപ്പ് രണ്ടാം പാൽ. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ 1-ാം പാൽ ഒഴിക്കുക. അപ്പോൾ ഇത്തിരി കൂടി ലൂസായിട്ടുള്ള പായസം കിട്ടും. ഞാൻ ഈ സമയം അത് ഇളക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണേ നട്ട്സ് ഒന്ന് വറുത്ത് കൊടുക്കുകയാണ്. ഇളക്കാൻ ആളെ ഏൽപ്പിച്ചില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ആ സ്റ്റേജ് ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് നട്ട്സിൻ്റെ കൂടെ റേസിൻസും തേങ്ങാക്കൊത്തും ഒക്കെ വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നേരത്തെ കണ്ട ആ പാത്രത്തിന് 1 കപ്പ് ഒരു പാത്രം 1-ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി ആ കളറ് സാധാരണ പായസത്തിൻ്റെ കളറാണ് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിളപ്പിക്കുകയൊന്നും വേണ്ട, ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യണത്. പായസത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മുതൽ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യണത്. ഇടയ്ക്കൊന്ന് കൂട്ടി വെക്കാമെന്നുള്ളൂ, പക്ഷെ വരണ്ട് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിം തന്നെ ആയിരിക്കണം. ഇനിയിപ്പോൾ നമ്മുടെ പായസമായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഏലക്കായും നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നട്ട്സും റേസിൻസും ഒക്കെ ഇട്ട് കൊടുക്കുവാണ്. ഇതിപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇതാരും അധികം ട്രൈ ചെയ്യാത്തൊരു പ്രഥമനായിരിക്കും. ഇത് ഉണ്ടാക്കിയ ദിവസത്തിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും പിറ്റേ ദിവസം കഴിക്കാൻ. ഒരു ചക്കയുടെയൊക്കെ ഒരു ടേസ്റ്റ്, ചക്ക വരട്ടേൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനാബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിലെയും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. Thanks for watching.